പിണറായി വിജയൻ സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. 3 പ്രധാന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായ ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ വികസന പ്രവർത്തനം മദ്യത്തിൻ്റെ ലഭ്യത, ഏവർക്കും കയ്യെത്തും ദൂരത്ത് മദ്യം ലഭ്യമാക്കുക എന്ന പിണറായി വിജയൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങളാണ്. ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ 2016 തുടങ്ങുമ്പോൾ അന്ന് ബാറുകളൊന്നും തുറന്നിരുന്നില്ല. അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ 336 ബാറുകളൊക്കെ അടച്ചുപൂട്ടി ഒക്കെ ഉള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബാർ കേസിൻ്റെ ഒക്കെ ഒരു കാലം. അപ്പം പിണറായി വിജയൻ സർക്കാർ തുടങ്ങുമ്പോൾ ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് അത് ഏകദേശം 900-ൻ്റെ അടുത്ത് ബാറുകൾ പിണറായി വിജയൻ സർക്കാർ തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികളെടുത്തു. അങ്ങനെ കേരളത്തിലെല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും മദ്യം ബാറുകളിൽ പോയിരുന്ന് കഴിക്കാനുള്ള ഒരു വികസന പ്രവർത്തനം പിണറായി വിജയൻ നടപ്പാക്കി. ഈ ബാറുകൾ എല്ലായിടത്തും തുടങ്ങിയെന്ന് മാത്രമല്ല, ഈ ഉറങ്ങുന്ന സമയമൊഴികെ ബാക്കി സമയത്തൊക്കെ മദ്യം കഴിക്കാനുള്ള ഒരവസരവും പിണറായി വിജയൻ അടുത്ത കാലത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ മദ്യം ഏതെങ്കിലും ഒരു സമയത്ത് ലേറ്റായിപ്പോയി കുടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാവില്ല. സാധാരണ മദ്യം വേണ്ടവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു വിധത്തിലാണ് ശ്രീ പിണറായി വിജയൻ സർക്കാർ ഈ മദ്യത്തിൻ്റെ വികസന പ്രവർത്തനം നടപ്പാക്കുന്നത്. നേരത്തെ ഉള്ളതിനേക്കാളും സമയം രാവിലെ തുറക്കുന്നതും കുറച്ചുകൂടെ നേരത്തെയാക്കി, അതുപോലെ അടയ്ക്കുന്നതും കുറച്ചുകൂടെ താമസിച്ചു. അങ്ങനെ കൂടുതൽ സമയവും ബാറുകൾ തുറന്ന് പ്രവർത്തിച്ച് കുടിക്കാൻ ആവശ്യമുള്ളവർക്ക് ഉള്ള ഒരു അവസരം, സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ മദ്യം കേരളത്തിന് പുറത്തുള്ള എവിടെന്നെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ, നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമവും ശ്രീ പിണറായി വിജയൻ സർക്കാർ തുടങ്ങി. പാലക്കാട് ഒരു ബ്രൂവറി തുടങ്ങുക എന്നുള്ള ഒരു കാര്യവും വളരെ കാര്യക്ഷമമായിട്ട് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ മദ്യത്തിൻ്റെ ഉൽപ്പാദനം, മദ്യത്തിൻ്റെ വിതരണം, അതുപോലെ മദ്യത്തിൻ്റെ വിതരണം കൂടുതൽ സമയം എടുത്ത് ചെയ്യുക, എല്ലായിടത്തും ലഭ്യമാക്കുക, അങ്ങനെ മൊത്തം മദ്യത്തിൻ്റെ ഒരു വികസനം കേരളത്തിൽ വളരെ കാര്യക്ഷമമായിട്ട്, വളരെ ഫലപ്രദമായിട്ട്, ജനോപകാരപ്രദമായിട്ട് നടന്നിട്ടുണ്ട് ശ്രീ പിണറായി വിജയൻ്റെ ഏകദേശം 10 വർഷത്തെ ഭരണകാലത്ത്. അതൊരു വലിയ വികസന പ്രവർത്തനം തന്നെയാണ്. രണ്ടാമത്തെ ഒരു വികസന പ്രവർത്തനമാണ് ഹെൽത്ത് ടൂറിസം. പണ്ട് കാലത്ത് ഈ വലിയ വിവരമില്ലാത്ത മുഖ്യമന്ത്രിമാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്തൊക്കെ ഹെൽത്ത് ടൂറിസം എന്ന് പറഞ്ഞ് ഈ കേരളത്തിന് വെളിയിലുള്ള, ഇന്ത്യക്ക് വെളിയിലുള്ള, വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ ചികിത്സിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരിക. പക്ഷേ നാട് കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ചികിത്സിക്കുക, അല്ലെങ്കിൽ ചികിത്സിക്കാൻ വേണ്ടി വരുമ്പോൾ നാട് കാണുക, ഗോഡ്സ് ഓൺ കൺട്രിയുടെ എല്ലാ മനോഹാരിതയും കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പണ്ടുള്ള സർക്കാരുകൾ ഈ ഹെൽത്ത് ടൂറിസം എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നു. അതിനുവേണ്ടി ഉള്ള ആശുപത്രികളൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് സ്വകാര്യ മേഖലയിൽ ചില ആശുപത്രികൾ പാടമൊക്കെ നികത്തിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെയൊക്കെ അല്ലെ കായൽ നികത്തിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അല്ലാതെ സർക്കാർ അങ്ങനെ ഒരു ഗോഡ്സ് ഓൺ കൺട്രി ആസ്വദിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വന്ന് ചികിത്സിക്കുന്ന ഒരു രീതിയിലേക്ക് അങ്ങനെ അങ്ങ് ആയിട്ടില്ല. പല്ല് പറിക്കാനൊക്കെ കുറേ പേര് വരുന്നുണ്ട്, ദന്തിസ്റ്റിൻ്റെ അടുത്തുകളൊക്കെ. അത് കൂടുതലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ദന്തിശ്രീ മേഖലയിലേക്ക് വരുന്നുണ്ട്. ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഹെൽത്ത് ടൂറിസം തന്നെയാണ്. പക്ഷേ ശ്രീ പിണറായി വിജയൻ്റെ ഒരു ഹെൽത്ത് ടൂറിസത്തിൻ്റെ ഒരു നയമെന്ന് പറയുന്നത്, അദ്ദേഹം സ്വയം നാട് കാണാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയും അവിടെ നടക്കും. അപ്പോൾ 2 കാര്യം നടക്കും, നാട് കാണലും നടക്കും, ചികിത്സയും നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ഇപ്പോൾ ഹെൽത്ത് ടൂറിസത്തിന് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നാട് കാണണമെന്ന്, യൂറോപ്പിലായിക്കോട്ടെ, സ്വിറ്റ്സർലൻഡോ ഓസ്ട്രിയയോ ജർമ്മനിയോ UK യോ അമേരിക്കയോ ഓസ്ട്രേലിയയോ എവിടെ കാണാൻ പോകണമെന്നുണ്ടെങ്കിലും അത് അതിൻ്റെ കൂടെ ഒരു ചികിത്സയും കൂടെ കമ്പൈൻ ചെയ്യുക. ഇല്ല നമുക്ക് ചികിത്സിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോയി അതിൻ്റെ കൂടെ ആ നാടും കൂടെ കാണുക എന്നുള്ള ആ ഒരു 2ഉം കൂടെ, അതായത് ഇരട്ട ലക്ഷ്യങ്ങൾ നമ്മൾ നേടുക എന്നുള്ള ഒരു ഉദാഹരണമാണ്
ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണകാലത്ത് ഹെൽത്ത് ടൂറിസം എന്ന മേഖലയിൽ മുന്നോട്ട് വെക്കുന്നത്. അതൊരു തീർച്ചയായിട്ടും ഒരു വികസന പ്രവർത്തനം തന്നെയാണ്. മനുഷ്യരെ കൂടുതൽ ഹെൽത്ത് ടൂറിസം എന്ന ആ ഒരു കാര്യത്തിലേക്ക് ആകർഷിക്കുകയും മറ്റ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാകും. ചികിത്സയും നടക്കും. ഇനി മൂന്നാമത്തെ ഒരു വികസന മേഖലയാണ് സ്വർണ്ണത്തിൻ്റെ ലഭ്യത കേരളത്തിൽ ഉറപ്പാക്കാൻ വേണ്ടി സ്വർണ്ണക്കടത്ത് കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടൈമിൽ 2016 മുതൽ 2021 വരെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ കൂടി വരെ സ്വർണം കടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രക്രിയ നമ്മൾ കണ്ടു. അത് ശ്രീ പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ അതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ നാട്ടിൽ പാട്ടാണ്. അതിനുശേഷം അതിന് മുമ്പോ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കാം ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണക്കടത്തും വളരെ ആസൂത്രിതമായിട്ട് ശബരിമലയിൽ എന്തിനാണ് സ്വർണ്ണം ഇരിക്കുന്നത്, അത് എല്ലാവരുടെയും വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയിട്ടുമൊക്കെ ഉപയോഗിക്കണമെന്നുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു കടത്തും സ്വർണം ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കടത്തുന്ന ഒരു പരിപാടിയും കൂടെ തുടങ്ങി. പിന്നെ ചെമ്പിലുള്ള കടത്ത്. അതുപോലെ ശ്രീ പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണകാലത്താണ് മനുഷ്യരുടെ വിവിധ ശരീരഭാഗങ്ങളിൽ വെച്ച് ഈ സ്വർണം കടത്തുന്ന വിവിധ രൂപത്തിലും ഭാവത്തിലും ഒക്കെ കടത്തുന്ന ഒരു പ്രക്രിയ നമ്മൾ വ്യാപകമായിട്ട് വികസിക്കുന്നതായിട്ട് കേരളത്തിൽ കണ്ടത്. അപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു വികസനം എന്ന് പറയുന്നത് നമ്മൾ കാണാതെ പോകരുത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ അത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ മുഖ്യമന്ത്രിയുടെ തന്നെ ഓഫീസിൻ്റെ സഹായ സഹകരണത്തോടെ തുടങ്ങി. പിന്നീടത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രൂപത്തിലും ഭാവത്തിലൊക്കെ വെച്ച് ഇങ്ങോട്ട് കടത്തുന്ന ഒരു വികസനം നമുക്ക് കേരളത്തിൽ നടന്നു. ഇപ്പോൾ സ്വർണം ആർക്കും കൊണ്ടുവരാം. അപ്പോൾ അതൊരു വളരെയധികം തൊഴിൽ സാധ്യതയുള്ള തൊഴിൽ എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് കേരളത്തിൽ വികസിച്ചു സ്വർണ്ണക്കടത്ത്. അപ്പോൾ നമ്മളുടെ ഈ വികസന പ്രക്രിയകൾ, അതായത് മദ്യത്തിൻ്റെ ലഭ്യത ഏവർക്കും കയ്യെത്തും ദൂരത്ത് എത്തുക, അതിൻ്റെ സമയം കൂട്ടുക, ഹെൽത്ത് ടൂറിസത്തിൻ്റെ പുതിയൊരു ദിശാബോധം ശ്രീ പിണറായി വിജയൻ സ്വന്തം ഉദാഹരണത്തിൽ കൂടി നൽകിയത്, അതുപോലെ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു വികസനം, ഇതൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ വളരെ ഫലവത്തായിട്ട് കാര്യക്ഷമമായിട്ട് ശ്രീ പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്.